ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾ മടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ വെക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഫ്രഷ് ചെയ്ത ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീര് ഇതെല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ശേഷം ബിരിയാണി ഉണ്ടാക്കേണ്ട പാത്രത്തിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇതെല്ലാം ബിരിയാണി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇടാനുള്ളതാണ്. അത് ആദ്യമേ ഒന്ന് നെയ്യിലിട്ട് പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇവിടെ ഇപ്പോൾ അണ്ടിപ്പരിപ്പില്ല, അപ്പം ഞാൻ ബാക്കി രണ്ടും ഇട്ട് ഒന്ന് പൊരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ശേഷം സവാള എടുക്കുക. അപ്പോൾ ഞാൻ ടോട്ടൽ 4 സവാള എടുത്തിരിക്കുന്നത്. ഒരു സവാള പൊരിച്ച് മാറ്റി വെച്ചു, ബാക്കി 3 സവാള ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തു. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതും നന്നായി ഒന്ന് വഴണ്ട് വരണം. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇടാം. ഇവിടെ ഞാൻ നാടൻ കോഴിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് ഞാൻ വേറെ കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷമാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ സാധാ കോഴിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് വേവിച്ചെടുത്താൽ മതി. കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഇടാം. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത് രണ്ടും മാത്രം മതി. ഇനിയാണ് അരി ഇടേണ്ടത്. അരി ഇടേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ബിരിയാണിക്കൊക്കെ 1 കപ്പ് അരിക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം തന്നെ മതി. കാരണം വെച്ചാൽ ഓൾറെഡി ചിക്കനിലേക്ക് വെള്ളം ഇതിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വെള്ളം ചൂടാക്കിയ വെള്ളം ഒഴിക്കേണ്ട. ചൂടാക്കിയ വെള്ളത്തിൽ ആവശ്യത്തിന് ഒരു ഉപ്പിട്ട് കലക്കണം. കാരണം നേരത്തെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇടാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചൂടുവെള്ളത്തിലാണ് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി റെഡിയാണ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും ശ്രദ്ധിക്കേണ്ട, എൻ്റെ വീട്ടിലെ ബഹളമാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.